ശിവപാർവണ. രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ. ഞാനിപ്പോൾ വരാം, കുറച്ച് തിരക്കുണ്ട്. അപ്പുറത്തെ വില്ലയിലെ ഡെയ്സി ചേച്ചി കുറച്ചു നേരം ഇവിടെ കൂട്ടിരിക്കും. ഞാനൊരു അരമണിക്കൂർ അതിനു മുമ്പ് വരാം. ശിവ പുറത്തു പോണെന്ന് കേട്ടപ്പോൾ വർണ്ണയുടെ മുഖം ഇരുണ്ടു. ശിവയത് ശ്രദ്ധിച്ചു. ശിവ അവളുടെ അടുത്തേക്കിരുന്നു. ഞാൻ വേഗം വരും. അവളുടെ കവിളുകളെ ഒന്ന് പിച്ചി വിട്ടു ശിവ. കുഞ്ഞി കണ്ണുകൾ ചിമ്മി കാണിച്ചു. കാറിൻ്റെ കീയും എടുത്ത് പുറത്തേക്ക് പോയി. അവൻ പോകുന്നത് നോക്കി വർണ്ണയിരുന്നു. ശിവ പുറത്തേക്ക് ഇറങ്ങിയതും ഡെയ്സി അകത്തേക്ക് വന്നു. ആ ചെക്കൻ സ്വൈര്യം തരുന്നില്ല മോളെ, നിന്റെ അടുത്ത് വരാൻ പറഞ്ഞു. അയ്യോ, ഇതിപ്പോൾ പറഞ്ഞതിനേക്കാൾ മുറിവുണ്ടല്ലോ. മോൾ വല്ലതും കഴിച്ചായിരുന്നോ? ഞാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം. വേണ്ട ചേച്ചി, എനിക്ക് വിശപ്പില്ല. എന്നാ മോൾ കിടന്നോ, ഞാൻ കുറച്ചു നേരം TV കാണാം. ഡെയ്സി അതും പറഞ്ഞ് ഹാളിലേക്ക് പോയി. ശിവ വർഗീസിൻ്റെ നിർദ്ദേശം കിട്ടുന്നതിനനുസരിച്ച് ഡ്രൈവ് ചെയ്ത് ഒടുവിൽ സ്ഥലത്തെത്തി. ഒരുപാട് മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു വഴി ചെന്ന് അവസാനിക്കുന്നത് ആൾപ്പാർപ്പില്ലാത്ത ഒരു വുഡ് ഹൗസിലാണ്. ശിവ കാർ നിർത്തി ഇറങ്ങി നേരെ വുഡ് ഹൗസിലേക്ക് നടന്നു. അവിടെ ചെല്ലുമ്പോൾ വർഗീസ് അവനെയും കാത്ത് നിൽപ്പുണ്ട്. രണ്ടുപേരും കൂടി സ്റ്റെപ്പ് ഇറങ്ങി നേരെ താഴെ എത്തി. അവിടെ ചെയറിൽ ബന്ധിച്ച നിലയിൽ ഒരാൾ. ശിവ അയാളെ തന്നെ ശ്രദ്ധിച്ചു നോക്കി. നിമിഷ നേരം കൊണ്ട് അവനെ തിരിച്ചറിഞ്ഞു. സാന്ദ്രയുടെ ഡ്രൈവർ. ശിവയുടെ കാൽ വായുവിൽ ഉയർന്നു പൊങ്ങി അയാളുടെ നാഭിയിൽ പതിച്ചു. ചെയറുമായി അയാൾ പിന്നിലേക്ക് വീണു. എന്നിട്ടും കലിയടങ്ങാതെ ശിവ അയാളെ വലിച്ചുയർത്തി ആഞ്ഞു തൊഴിച്ചു. വർഗീസ് ഇടയ്ക്ക് കയറി. ശിവ പ്ലീസ് കാം ഡൗൺ. ഒരു വിധത്തിൽ ശിവയെ അയാൾ തടഞ്ഞു നിർത്തി. പറയടാ, എന്തിനാ നീ വർണ്ണയെ കൊല്ലാൻ നോക്കിയത്? ആരാ നിനക്ക് ഈ കൊട്ടേഷൻ തന്നത്? പറഞ്ഞില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ജീവനോടെ പുറത്തു പോകില്ല. ശിവയുടെ കൈ മാറി മാറി അയാളുടെ കവിളിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറയാം സാർ, ഞാൻ പറയാം. ഇനി എന്നെ ഒന്നും ചെയ്യരുത്. എൻ്റെ നിവർത്തികേട് കൊണ്ടാണ്. ഇനി ഞാൻ ഒരിക്കലും അവരുടെ ഡ്രൈവർ ജോലി ചെയ്യില്ല. സാന്ദ്ര മാഡം പറഞ്ഞിട്ടാണ് ഞാൻ. എന്തിന്? അവക്കെന്താ വർണ്ണയോട് ഇത്രയും ശത്രുത? വർഗീസ്, ഇവനെ ഇനി അവൾക്കൊപ്പം കണ്ടുപോകരുത്. വേറെ എവിടെയെങ്കിലും പൊയ്ക്കൊള്ളണം. അതല്ല അവളുടെ ചുക്കാൻ പിടിച്ച് ഇനി എന്തെങ്കിലും തല്ലുകൊള്ളിത്തരവുമായിട്ട് വന്നാൽ പിന്നെ നിന്നെ ബാക്കി വെച്ചേക്കില്ല, മറന്നു പോവരുത്. അതും പറഞ്ഞ് ഡ്രൈവറുടെ മുഖം നോക്കി ഒന്ന് കൊടുത്തു. അവളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. എനിക്കറിയണം അവൾക്കിതിലുള്ള പങ്കെന്ന്. അതും എൻ്റെ പെണ്ണിനോട്. സാന്ദ്ര വെരുകിനെ പോലെ ഓഫീസ് റൂമിൽ നടന്നു. ആ ഡ്രൈവറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇനി പോലീസിൻ്റെ കയ്യാലെങ്ങാനും കിട്ടിയോ? അതിന് സാധ്യതയില്ല. ഞാനാണ് അവനെ ഏർപ്പാട് ചെയ്തതെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. സാന്ദ്ര സമാധാനത്തിൽ ചെയറിലേക്ക് ഇരുന്നു. കണ്ണുകൾ അടച്ചു. ആദ്യമായി ശിവ ഓഫീസിൽ വന്ന ദിവസം അവളുടെ മുന്നിൽ തെളിഞ്ഞു നിന്നു. ഒരു ബ്ലൂ ഷർട്ട്, ഫുൾ സ്ലീവ്, ബ്ലാക്ക് പാൻറ്റും, വലതുകൈയിൽ രുദ്രാക്ഷം. അന്ന് ഓഫീസിൽ എല്ലാവരും കണ്ണെടുക്കാതെ നോക്കി നിന്നു. അവൻ്റെ കുഞ്ഞി വെള്ളാരം കണ്ണുകളും അലസമായി പാറിപ്പറന്ന് കിടക്കുന്ന മുടിയും അതിനെ കൈകൊണ്ട് ഇടയ്ക്ക് ഒതുക്കി വയ്ക്കുന്ന രീതിയും അന്നേ ആഗ്രഹിച്ചതാണ്. അവനെ സ്വന്തമാക്കണമെന്ന് മോഹിച്ചതാണ്. ആഗ്രഹിച്ചതൊന്നും സ്വന്തമാക്കാതിരുന്നിട്ടില്ല. പക്ഷേ ശിവയുടെ കാര്യത്തിൽ മാത്രം അത് നടക്കാതെ പോയി. അതുകൊണ്ടാണ് ആ ഡ്രൈവറെ ഏൽപ്പിച്ചത്. പക്ഷേ ബാക്കി വിവരമറിയാതെ വല്ലാതെ പരിഭ്രമം. ആലോചനകൾക്ക് വിരാമമെന്നോണം ഡോർ തള്ളി തുറന്ന് ശിവ അകത്തേക്ക് വന്നു. സർവവും ചുട്ട് ചാമ്പലാക്കാൻ പാകത്തിന്. കസേരയിൽ നിന്നും അറിയാതെ സാന്ദ്ര എഴുന്നേറ്റ് പോയി. ഒരു കാറ്റ് പോലെ ശിവ സാന്ദ്രയുടെ അടുത്തേക്ക് വന്ന് കഴുത്ത് കുത്തിപ്പിടിച്ച് ചുമരിൽ ചേർത്ത് നിർത്തി. എന്തിനാടി നീ എൻ്റെ പെണ്ണിനെ എതിരെ കളിക്കാൻ ഇറങ്ങിയത്? അതിനുള്ള കാരണം എനിക്ക് അറിയണം. ശ്വാസം കിട്ടാതെ കണ്ണുകൾ തുറച്ച് പുറത്തേക്ക് വന്നവളുടെ കഴുത്തിൽ നിന്നും ശിവ കൈയെടുത്തു. സാന്ദ്ര ചുമച്ചുകൊണ്ട് നിലത്തേക്കിരുന്നു. കോപമടങ്ങാതെ ശിവ കയ്യിൽ കിട്ടിയതെല്ലാം നിലത്തേക്ക് വരച്ചെറിഞ്ഞു. ഒച്ചയും ബഹളവും കേട്ട് മറ്റ് സ്റ്റാഫുകൾ ക്യാബിനിലേക്ക് വന്നു. അപ്പോൾ കോപത്തോടെ നിൽക്കുന്ന ശിവയെയും നിലത്തിരുന്ന് ചുമയ്ക്കുന്ന സാന്ദ്രയെയാണ് കണ്ടത്. പറയടി, എൻ്റെ പെണ്ണിനെ കൊല്ലാൻ മാത്രം ശത്രുത നിനക്ക് എന്താണ്? അതിൻ്റെ കാരണം എനിക്ക് അറിഞ്ഞേ മതിയാവൂ. കളിക്കാൻ ഇറങ്ങിയപ്പോൾ മറുപുറത്ത് ശ്രീശിവയാണെന്ന് നീ എൻ്റെ പ്രാണനെയാണ് തൊട്ട് കളിച്ചതെന്ന് മറന്നുപോയി. ഒരുപാട് കാത്തിരുന്ന് ഞാൻ നേടിയെടുത്ത എൻ്റെ പ്രണയമാണ്. അവളെ ഒരു നോട്ടം കൊണ്ടുപോലും ആരും നോവിക്കുന്നത് ഞാൻ സഹിക്കില്ല. അങ്ങനെയുള്ള എൻ്റെ വർണ്ണയെ നീ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് ശ്രീശിവ സഹിക്കില്ല, പൊറുക്കില്ല. അത്രയുമായപ്പോൾ സാന്ദ്ര ചാടി എഴുന്നേറ്റു. വർണ്ണ വർണ്ണ വർണ്ണ, ഒന്ന് നിർത്തുന്നുണ്ടോ ശിവ? ഞാനും നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷെ നീ എൻ്റെ സ്നേഹം കണ്ടില്ല. നിന്നോടുള്ള പ്രണയം പറയാൻ ഞാൻ കാത്തിരുന്നപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് നീ നാട്ടിൽ പോയി എന്നാണ്. നീ തിരിച്ചു വരുന്നതും കാത്തിരുന്ന എൻ്റെ മുന്നിലേക്ക് നീ വിവാഹം കഴിഞ്ഞ് നിൻ്റെ ഭാര്യയുമായി വന്നിരിക്കുന്നു. അതെനിക്ക് സഹിക്കുന്നതിലും അപ്പുറമാണ്. എന്നെ നീ കണ്ട ഭാവം നടിച്ചില്ല. ഞാൻ സ്വയം കോമാളി ആയതുപോലെ തോന്നി. എനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടണ്ട എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ കൊല്ലാൻ ആളിനെ അയച്ചത്. എന്നിട്ട് ചത്തോ അവൾ? പറഞ്ഞു തീരും മുമ്പേ ശിവയുടെ കൈ സാന്ദ്രയുടെ കവിളിൽ പതിഞ്ഞു. ഇല്ലടി, നിനക്ക് തെറ്റി. എൻ്റെ വർണ്ണയ്ക്കൊന്നും പറ്റിയില്ല.
ഇനിയും നിന്റെ ഈ ക്രൂരത മറ്റൊരു പെണ്ണിനോടും പാടില്ല. ശിവ സാന്ദ്രയുടെ കവിളിൽ മാറി മാറി അടിച്ചു. നിന്നെ കൊല്ലാൻ തന്നെയാണ് വന്നത്, പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. അപ്പോഴേക്ക് അവിടേക്ക് പോലീസ് എത്തിയിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും ഡ്രൈവറുടെ മൊഴി അനുസരിച്ച് CCTV വിഷ്വൽസിൽ നിന്നും അയാളെ തിരിച്ചറിഞ്ഞു. അയാളുടെ പക്കൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സാന്ദ്രയെ കസ്റ്റഡിയിലെടുത്തു. സാന്ദ്ര കണ്ണിൽ പകയുമായി ശിവയെ നോക്കി. ഞാൻ വരും ശിവ, നീ എവിടെയായാലും തോൽക്കില്ല ഈ സാന്ദ്ര നിന്റെ മുന്നിൽ. വളരെ താമസിച്ചാണ് ശിവ എത്തിയത്. അതിൻ്റെ പരിഭവം മുഴുവൻ വർണ്ണ പ്രകടിപ്പിച്ചു. ഏറെ നേരം അവനെ കണ്ട ഭാവം പോലും വർണ്ണ കാണിച്ചില്ല. ശിവ പതിയെ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. ഇത്രയും നേരം ആഹാരം പോലും കഴിച്ചില്ല ശിവ. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി. ഡെയ്സി ചേച്ചി പരിഭവിച്ചു. എന്നാൽ ഞാൻ പോട്ടെ ശിവ, ഒരുപാട് വൈകി. ഡെയ്സി ചേച്ചി യാത്ര പറഞ്ഞിറങ്ങി. ചേച്ചി, ഞങ്ങൾ നാളെ ഏർലി മോർണിംഗ് നാട്ടിലേക്ക് തിരിക്കും. ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെയാണ്. അതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ ഇനിയും ഒരു യാത്ര പറച്ചിലില്ല. ഡെയ്സിക്ക് സങ്കടമായി. നിങ്ങൾക്ക് നല്ലൊരു വിരുന്ന് തന്നില്ല. അത് സാരമില്ല ചേച്ചി, ഈ സ്നേഹം അതെന്നും ഉണ്ടായാൽ മതി. ഡെയ്സി വർണ്ണയുടെ അടുത്തിരുന്നു. മോളുടെ ഭാഗ്യമാണ് ശിവ, അവനെപ്പോലെ നിന്നെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ല. എന്ന് നിങ്ങളിങ്ങനെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിയണം. പിന്നെ അടുത്ത തവണ വരുമ്പോൾ ഒരു കൊച്ചു ശിവയോ വർണ്ണയോ കൂടെ വേണം കേട്ടോ. ഡെയ്സി വർണ്ണയുടെ നിറകിൽ അമർത്തി ചുംബിച്ചു. എല്ലാം കണ്ട് ശിവ കയ്യും കെട്ടി ഡോറിൽ ചാറി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ശരി ശിവ, ഇനി യാത്ര പറയുന്നില്ല. രാത്രിയിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എടുത്ത് കഴിച്ച് പാക്കിംഗ് ഒക്കെ ചെയ്ത് നേരത്തെ കിടക്കാൻ നോക്ക്. രാവിലെ യാത്രയുള്ളതല്ലേ. ഡെയ്സി പോയതും ശിവ വർണ്ണയുടെ അടുത്തേക്ക് വന്നു. ഇനിയും പരിഭവം മാറിയില്ലേ വർണ്ണ? ശിവ ചോദിക്കുമ്പോൾ വർണ്ണ അവൻ്റെ മാറിലേക്ക് ചാഞ്ഞു. എന്നെ തനിച്ചാക്കല്ലേ ശിവേട്ടാ. ഇല്ല പെണ്ണേ, ഇങ്ങനെ ചേർത്ത് പിടിച്ചോളാം എപ്പോഴും എൻ്റെ പെണ്ണിനെ. ശിവയുടെ ചുണ്ടുകൾ വർണ്ണയുടെ നെറ്റിയിൽ പതിഞ്ഞു. പാക്കിംഗ് ഒക്കെ ശിവ തനിയെ തന്നെയാണ് ചെയ്തത്. വർണ്ണയുടെ കൈ ബാൻഡേജ് ചെയ്തത് കാരണം അവളെ ശിവ ഒന്നിനും തൊടിയിച്ചില്ല. എല്ലാം നോക്കിക്കൊണ്ട് വീർപ്പും മുട്ടലുമായി വർണ്ണയിരുന്നു. സുഖമില്ലാത്തത് കൊണ്ടാണ് ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് മുഖം വീർപ്പിക്കണ്ട. വർണ്ണ മുഖം ഉയർത്തി ശിവയെ നോക്കി. എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ തന്നെ നേരെ ഏറെയായി. ശിവയ്ക്ക് അഭിമുഖമായി അവനെയും നോക്കി വർണ്ണ കിടന്നു. ശിവ അവളെ പതിയെ എടുത്ത് മാറോട് ചേർത്ത് കിടത്തി. രണ്ടുപേരും എപ്പോഴും നിദ്രയിലേക്ക് വഴുതി വീണു. വെളുപ്പിന് അലാറടിക്കുന്നത് കേട്ടാണ് ശിവ എഴുന്നേറ്റത്. ശിവ ഫ്രഷായി 2 കോഫിയുമായി വർണ്ണയും അടുത്തേക്ക് വന്നു. പതിയെ അവളെ വിളിച്ചുണർത്തി. വേദനിക്കുന്ന മുഖവുമായി വർണ്ണ എഴുന്നേറ്റു. അവളുടെ കൈക്കും തലയിലെ മുറിവിലും അസാധ്യമായ വേദന അനുഭവപ്പെട്ടു. കട്ടിലിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയ വർണ്ണയെ ശിവ കൂടി സഹായിച്ചു. ഒരു വിധത്തിൽ വർണ്ണയൊന്ന് മേല് കഴുകി. പക്ഷെ ഡ്രസ്സ് ചെയ്യാൻ സഹായം ആവശ്യമാണ്. വർണ്ണ ആലോചിച്ചുകൊണ്ട് അവിടെ നിന്നു. ശിവയാണെങ്കിൽ പുറത്ത് വർണ്ണയ്ക്കായി വെയിറ്റ് ചെയ്യുകയാണ്. ഇത്ര നേരമായിട്ടും ഇവളെന്താ ഇറങ്ങാത്തേ? ശിവ ബാത്റൂമിനകത്തെ അടുത്തേക്ക് പോയി. ഡോറിൽ പതിയെ മുട്ടി വിളിച്ചു. വർണ്ണ, ഒരുപാട് ലേറ്റായി. വർണ്ണ ഡോർ തുറന്നു. പാമ്പ് മാളത്തിൽ നിന്നും തല പുറത്തേക്ക് ഇടുന്നത് പോലെ തല പുറത്തേക്ക് ഇട്ടു. ശിവേട്ടാ, ആ ഡെയ്സി ചേച്ചിയെ ഒന്ന് വിളിക്കുമോ? എന്താ വർണ്ണ, എന്താ നിനക്ക് വയ്യേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? അത് ശിവേട്ടാ, എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അതിന് ചേച്ചിയെ സഹായത്തിന് വിളിക്കാൻ. ഞാൻ പേടിച്ചു പോയി. ഇതാണോ ഇത്ര വലിയ കാര്യം? ഞാൻ സഹായിച്ചാൽ പോരെ? വർണ്ണ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു നിന്നു. ശിവ ഡോറിനടുത്തേക്ക് വന്നു. വർണ്ണ അപ്പോൾ തന്നെ, നമ്മൾ ഒരുപാട് ലേറ്റാണ്. ഇനിയും വൈകിയാൽ നമുക്ക് ഫ്ലൈറ്റ് മിസ്സാകും. വർണ്ണ ഡോറ് തുറന്ന് പതിയെ പുറത്തിറങ്ങി. തോളിൽ കൂടി ഷാള് മൂടിയിട്ടുണ്ടായിരുന്നു. ഞാൻ നിൻ്റെ ആരെയാ വർണ്ണ? ഞാനിവിടെ ഉള്ളപ്പോൾ ഡെയ്സി ചേച്ചി ഈ കാര്യം പറഞ്ഞ് വിളിക്കുന്നത് ശരിയാണോ? ഞാൻ സഹായിക്കുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ചേച്ചിയെ വിളിക്കാം. ശിവ അത് പറഞ്ഞ് ഫോണിനടുത്തേക്ക് പോയി. വേണ്ട, ശിവേട്ട സഹായിച്ചാൽ മതി. വർണ്ണ പെട്ടെന്ന് കബോർഡ് തുറന്ന് ഒരു ചുരിദാർ എടുത്തു. ശിവ പക്ഷേ അതവളെ അണിയാൻ തടഞ്ഞു. ഈ വയ്യാത്ത കൈയും വെച്ചുകൊണ്ട് ഇതൊക്കെ കുത്തിക്കയറ്റിയിടുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഒരു ലൂസ് ഷർട്ടും സ്കർട്ടും മതി. സ്കൈ ബ്ലൂ ഷർട്ട്, വൈറ്റ് സ്കർട്ടും ശിവ തന്നെ എടുത്തു വെച്ചു. വർണ്ണയ്ക്ക് ശിവയുടെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. ശിവ വർണ്ണയുടെ പുറത്ത് മൂടിയിരുന്ന ഷോൾ എടുത്ത് മാറ്റി. ബാത്ത് ടവൽ ഉടുത്ത് നിൽക്കുന്നവളെ ഒന്ന് നോക്കിയതേയുള്ളൂ. ശിവ വേഗം അവളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ അവളെ സഹായിച്ചു. മുടി ഒതുക്കി പോണിട്ടയിൽ കെട്ടി. വർണ്ണ മുഖം കുനിച്ചു നിന്നു. ശിവ അവൾക്കൊരു കുഞ്ഞു പൊട്ട് തൊട്ടുകൊടുത്തു. വർണ്ണ ശിവയുടെ മാറിൽ ചേർന്നു. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ഭാര്യയുടെ കടമയും ഞാൻ ശിവേട്ടനോട്. വേണ്ട, അതൊന്നും ഇപ്പോൾ ഓർക്കണ്ട. എനിക്കിപ്പോൾ മനസ്സിലാവും ഈ മനസ്സ്. ഞാൻ കാത്തിരിക്കും. ശിവ വർണ്ണയുടെ നെറുകിൽ ചുംബിച്ചു. വളരെ വേഗം ശിവയും റെഡിയായി വന്നു. മുറി പൂട്ടി കീ ഭദ്രമായി ബാഗിൽ സൂക്ഷിച്ചു. വർണ്ണയെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും വർഗീസ് എത്തിയിരുന്നു. 2 പേരും കാറിൽ കയറി. ഇപ്പോൾ എങ്ങനെയുണ്ട് മാഡം? വർഗീസ് വർണ്ണയോട് ചോദിച്ചു. കുഴപ്പമില്ല. പിന്നെ എന്നെ മാഡം എന്ന് വിളിക്കണ്ട, പാർവണ എന്ന് വിളിച്ചാൽ മതി. വർഗീസും ശിവയും മുഖത്തോട് മൂന്നോക്കി ചിരിച്ചു. ഇനി എപ്പോഴാണ് അടുത്ത വരവ്? ഇനി ഉടനെ ഒന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ എത്താം. ഇത്തവണ തീരെ പ്രതീക്ഷിക്കാത്ത യാത്രയായിരുന്നു. എയർപോർട്ടിൽ ശിവയെയും വർണ്ണയും ഇറക്കി വർഗീസ് ശിവയുടെ അടുത്തേക്ക് പോയി. ശിവയെ ചേർത്ത് പിടിച്ചു. ഒരു കൂടപ്പുറപ്പിനെ കൂടെ കിട്ടി. ഇവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം.
സാന്ദ്രയാണ് ഞാൻ ഉദ്ദേശിച്ചത് വർഗീസ്. ഒന്ന് സൂക്ഷിക്കണം, അവൾ പുറത്ത് ആൾക്കാരുണ്ട്, അത് ഓർമ്മ വേണം. ഞാൻ വർണ്ണയോട് ആക്സിഡൻറ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം അവളെ വെറുതെ ഭയപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. എന്നാൽ ശരി, ഓക്കെ, ബൈ. ശിവയും വർണ്ണയും ചെക്കിങ്ങിനായി അകത്തേക്ക് പോയി. സുഭദ്രയുടെ കോലം കണ്ടപ്പോൾ ഒരു വേള ബാലചന്ദ്രന് വിഷമം തോന്നി. പക്ഷെ അവളുടെ ഓരോ പ്രവൃത്തിയും എല്ലാവർക്കും എന്തുമാത്രം വിഷമം ഉണ്ടാക്കിയതാണ്. വായി തോന്നുന്നത് വിളിച്ചു പറയാൻ യാതൊരു മടിയും അവൾക്കില്ല. മറ്റുള്ളവർ വേദനിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. വർണ്ണമോളെ തന്നെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്. അന്നൊന്നും തനിക്കൊരു മകളുണ്ടെന്ന് സുഭദ്ര മറന്നു. ആ ശാപങ്ങളാണ് ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത്. സൂര്യ, അവൾ ഹോസ്പിറ്റലിലായിട്ട് 2 ആഴ്ച കഴിഞ്ഞു. കൂടെയുള്ള പയ്യൻ്റെ പരിക്കുകൾ കുറഞ്ഞു വരുന്നു. വരുൺ ഡിസ്ചാർജുമായി. മോൾക്ക് പിന്നെ ആക്സിഡൻറ്റിൽ തലയ്ക്ക് പരിക്കില്ലായിരുന്നോ? ഏതിൻ്റെയൊക്കെയോ റിപ്പോർട്ട് വരാനുണ്ട്. വയറിൽ ശക്തമായി ഇടികിട്ടിയത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുന്നത്. ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങ് വീട്ടിൽ കൊണ്ടുപോയാൽ പിന്നെ ഇടയ്ക്ക് ചെക്കപ്പിനും മറ്റുമൊക്കെ വരുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. തൽക്കാലം നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു വീട് റെൻറ്റിനെടുക്കാം. അതാകുമ്പോൾ ഹോസ്പിറ്റലിൽ മറ്റും വരാൻ എളുപ്പമാണ്. ബാലചന്ദ്രൻ പറയുന്നത് കേട്ടിരുന്ന രാജൻ്റെ മുഖം വഴിഞ്ഞു മുറുകി. ബാല, നീ ഈ പറയുന്നത് എന്തൊക്കെയാണെന്ന് നിനക്കറിയാമോ? ഞാൻ സുഭദ്ര ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചവരാണ്. അവൾ വായി തോന്നുന്നത് വിളിച്ചു പറയൂ എന്ന് പറഞ്ഞ് എൻ്റെ പെങ്ങളല്ലാതാവില്ല. ഞങ്ങളുടെ വീട് ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് വാടകയ്ക്ക് വേറെ വീട് നോക്കുന്ന എന്ത് കാര്യത്തിനാണ്? അത്രയ്ക്കും ഞങ്ങൾ നിങ്ങൾക്ക് അന്യരായി പോയോ? എങ്കിൽ പറയണം, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല. ബാലൻ വേഗം രാജൻ്റെ കൈ പിടിച്ചു. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകരുത് എന്നേ ഉദ്ദേശിച്ചുള്ളൂ രാജ. അങ്ങനെ ചിന്തിച്ചതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. മുഖത്ത് നിറയെ മുറിവും കാലിൽ പ്ലാസ്റ്ററും കയ്യിൽ ചതവും ഒക്കെയായി സൂര്യയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. താഴത്തെ മുറി അവൾക്കായി തന്നെ സേതു ശരിയാക്കി. അവളെ അവിടെ കിടത്തി. മോള് സങ്കടപ്പെടേണ്ട, ഇവിടെ എല്ലാവരും ഉണ്ട്. മോള് വേഗം അസുഖം ഭേദമായി വരും. രാജ, ഞാനൊരു കാര്യം പറയാൻ വിചാരിച്ചിരിക്കുമായിരുന്നു. മോളുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ വെക്കാം. സുഭദ്രയെ കൊണ്ട് പറ്റില്ല, ബാലൻ രാജനോട് പറഞ്ഞു. അത് ബാലൻ പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് നോക്കാം. എന്ത് ശരി? അങ്ങനെ പുറത്തുനിന്ന് ആളെ വെച്ച് എൻ്റെ കുഞ്ഞിനെ നോക്കേണ്ട അത്യാവശ്യം ഇവിടെ ഇല്ല. ഞങ്ങൾ 2 പേരില്ലേ, കൂടാതെ പ്രിയയും. അങ്ങനെയുള്ളപ്പോൾ ഒരു ഹോം നേഴ്സിൻ്റെ ആവശ്യമില്ല രാജേട്ടാ. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ? പിന്നെ സേതു, ശിവ വിളിച്ചിരുന്നു. അവരിന്ന് വെളുപ്പിനെ തിരിച്ചിട്ടുണ്ട്. രാത്രിയോടെ ഇങ്ങെത്തും. ആണോ? എപ്പോൾ വിളിച്ചു രാജേട്ടാ? ഫ്ലൈറ്റ് കയറും മുന്നേ. ഞാൻ എന്തായാലും അടുക്കളയിൽ ചെല്ലട്ടെ. സേതു സന്തോഷത്തോടെ അകത്തേക്ക് പോയി. വൈകുന്നേരം സൂര്യയെ തുടച്ച് ഇട്ടിരുന്ന ഡ്രസ്സ് സേതുവും സുഭദ്രയും കൂടി മാറ്റിക്കൊടുത്തു. അവളുടെ കണ്ണ് നിറഞ്ഞു. എന്തിനാ മോളെ കരയുന്നേ? ഇതൊക്കെ പെട്ടെന്ന് മാറും, ഇങ്ങനെ സങ്കടപ്പെടരുത്. വരുൺ, അവൻ സൂര്യ വിക്കി ചോദിച്ചു. ഡിസ്ചാർജായി, വലിയ കുഴപ്പമൊന്നുമില്ല. സൂര്യ ആശ്വാസത്തോടെ കണ്ണുകൾ ചിമ്മി. അമ്മായി അടുക്കളയിൽ ചെല്ലട്ടെ, ഇന്ന് ശിവേട്ടൻ വരും. സുഭദ്രയ്ക്ക് കുറ്റബോധം കാരണം വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നി. എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവരെ സ്വീകരിക്കാൻ രാജനും പ്രതാപനും ഉണ്ടായിരുന്നു. പാർവണയുടെ കയ്യിലെ പ്ലാസ്റ്റർ കണ്ടപ്പോൾ പ്രതാപനും രാജനും ഒരുപോലെ നടുങ്ങി. ആക്സിഡൻറ്റിനെ കുറിച്ചൊന്നും ശിവ വീട്ടിൽ ആരെയും വിളിച്ചറിയിച്ചില്ല. ശിവ 2 പേരുടെയും മുഖത്തെ ഭാവങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പാർവണയുടെ മുഖത്ത് ഒരു അമ്പരപ്പ് ദൃശ്യമായി. അവൾ ശിവയുടെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. ശിവ ഒന്നുമില്ലെന്നവളെ കണ്ണിറുക്കി കാണിച്ചു. രാജനും പ്രതാപനും ഒരുപോലെ അവളുടെ അടുത്തേക്ക് എത്തി. എന്താ മോനെ, എന്താ വർണ്ണയ്ക്ക് പറ്റിയത്? ആദ്യോടുകൂടിയാണ് 2 പേരും ചോദിച്ചത്. ഒന്നുമില്ലച്ചാ, അവിടെ വീട്ടിൽ വെച്ച് ബാത്റൂമിലൊന്ന് തെന്നി വീണതാ. കൈക്ക് ഫ്രാക്ചറുണ്ട്. ഇപ്പോൾ 2 ദിവസമായി. പെട്ടെന്ന് ശിവയുടെ വായിൽ അതാണ് വന്നത്. ശിവ പാർവണയുടെ മുഖത്തേക്ക് നോക്കി. കാർ പത്മതീർത്ഥത്തിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ പുറത്ത് അവളെ സ്വീകരിക്കാൻ എന്നവണ്ണം സേതുവും പ്രിയയും ബാലനും സുഭദ്രയും ഉണ്ടായിരുന്നു. പ്രിയയുടെ വീട്ടിൽ നിന്ന് ഭാമയും പവിയും. രാജനും പ്രതാപനും കാറിൽ നിന്നിറങ്ങി ലഗേജ് ഒക്കെയായി അകത്തേക്ക് നീങ്ങി. പിന്നാലെ കാറിൻ്റെ ഡോർ തുറന്ന് ശിവയെയാണ് ആദ്യം ഇറങ്ങിയത്. അവന് പിന്നാലെ വർണ്ണയും. വർണ്ണയുടെ കയ്യിലെ ബാൻഡേജ് കണ്ട് സേതുവും ഭാമയും പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ഓടി. എന്താ മോളെ, കൈക്ക് എന്താ പറ്റിയത്? പ്രിയയും പവിയും കൂടി അവരോടൊപ്പം കൂടി. ശിവ അച്ഛന്മാരോട് പറഞ്ഞ പോലെ തന്നെ അമ്മമാരോടും പറഞ്ഞു. അവരെ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷമെല്ലാം പെട്ടെന്ന് വർണ്ണയുടെ അവസ്ഥ കണ്ടപ്പോൾ മാറി. അത് മനസ്സിലാക്കിയ ശിവ വേഗം ഇടപെട്ടു. അമ്മ, കുഴപ്പമൊന്നുമില്ല, ഇത് 1-2 ആഴ്ച കഴിയുമ്പോൾ അഴിക്കാം. ഞങ്ങളൊന്ന് ഫ്രഷായി വരാം. എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വയ്ക്കുക. അതും പറഞ്ഞ് മുകളിലേക്ക് പോകാൻ തിരിഞ്ഞവർ പെട്ടെന്നാണ് സുഭദ്രയുടെ അടുത്തേക്ക് വന്നത്. സുഭദ്രയ്ക്ക് വർണ്ണയെയും ശിവയെയും നേരിടാൻ വല്ലാത്ത ജാള്യത തോന്നി. ശിവ വന്ന് അമ്മായിയുടെ കയ്യിൽ പിടിച്ചു. ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് സൂര്യയുടെ അടുത്തേക്ക് വരാം അമ്മായി. അമ്മായി ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട. അവളെ നമ്മുടെ പഴയ സൂര്യയായി മാറ്റിയെടുക്കും. സുഭദ്രയ്ക്ക് വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി. മോൾക്ക് എന്ത് പറ്റിയതാ? അവർ വർണ്ണയുടെ കയ്യിൽ പതിയെ തലോടി. 2 തുള്ളി കണ്ണുനീർ അവരുടെ കയ്യിൽ വീണ് ചിതറി. അമ്മായിയോട് ക്ഷമിക്കും മോളെ. അറിവില്ലായ്മയും അഹങ്കാരവും കൊണ്ട് ചെയ്യുന്നതും പറയുന്നതും മറ്റുള്ളവർക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകുമെന്നറിയാൻ കഴിഞ്ഞില്ല. എനിക്ക് അമ്മായിയോട് ഒരു പിണക്കവും ഇല്ല. ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് വരാം. റൂമിലെത്തി ലഗേജ് വെച്ച ശേഷം ശിവ വർണ്ണയെ നോക്കി. ഫ്രഷാകാൻ ഞാനും സഹായിക്കാം. ശിവ കണ്ണുകൾ തള്ളി
വർണ്ണ കണ്ണുകൾ തള്ളി ശിവയെ നോക്കി. എന്തിനാടി ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? ശിവ കയ്യിൽ ടവലെടുത്ത് വർണ്ണയെയും തള്ളി ഉന്തി നേരെ ഫ്രഷാകാൻ കയറി. അവളുടെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി ശിവ വിടുവിച്ചു. വർണ്ണ ഒരു കൈകൊണ്ട് ഷർട്ടിൽ അമർത്തി പിടിച്ചു. ശിവയൊന്ന് നോക്കുമ്പോൾ അവൾ ഷർട്ടിന്മേലുള്ള പിടുത്തം വിട്ടു. ഷർട്ട് ഊരി മാറ്റി. പെട്ടെന്ന് വർണ്ണ തിരിഞ്ഞു നിന്നു. ശിവ പുറത്തേക്കിറങ്ങി. രണ്ടുപേരുടെയും ചുണ്ടിൽ ചിരി വിരിഞ്ഞു. വർണ്ണ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ലൂസ് ടീഷർട്ടും സ്കർട്ടും ഇടാൻ ശിവ തന്നെ എടുത്തു വെച്ചു. വർണ്ണ കുറച്ചു നേരം ആ ഡ്രസ്സിൽ നോക്കി. ഇത് മതി. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്തു. തലമുടി നന്നായി തുവർത്തി. ശിവയുടെ ഇങ്ങനെയുള്ളൊരു ഭാവം ആദ്യമായാണ് വർണ്ണ കാണുന്നത്. ശിവ വർണ്ണയെ ചേർത്ത് പിടിച്ചു. ശിവയുടെ ഓരോ ചേർത്ത് പിടിക്കലും ഇപ്പോൾ വർണ്ണയിൽ ഓരോ കോരിത്തരിപ്പാണ്. അവളുടെ ചുണ്ടുകൾ വിറച്ചു. മൂക്കുന്നുമ്പ് വിറച്ചു. കണ്ണുകൾ ചുവന്നു തൊടുത്തു. ശിവ അവളുടെ കവിളുകളിൽ അമർത്തി ചുംബിച്ചു. വർണ്ണയുടെ ചുണ്ടുകളൊന്ന് വിടർന്നു. ശിവയുടെ മുഖം താണു വന്ന് വർണ്ണയുടെ ചുണ്ടിൽ പതിഞ്ഞു. അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. ശിവയെ ഒന്നുകൂടി വലിച്ച് അവളിലേക്ക് അടുപ്പിച്ചു. ശിവയുടെ ചുണ്ടുകൾ വർണ്ണയുടെ ചുണ്ടുകളെ പതിഞ്ഞു നുകർന്നു. ശിവയുടെ കൈവിരലുകൾ അവളുടെ അണിവയറിൽ പുതിയ ചിത്രങ്ങൾ വരച്ചു. ഇരുവരും സ്വയം മറന്നു പുണർന്നു നിന്നു. താഴെ നിന്നും അവരെ വിളിക്കാൻ വന്ന സേതുവിൻ്റെ ഡോറിൽ തട്ടിയുള്ള വിളി കേട്ടാണ് രണ്ടുപേരും അകന്നത്. ശിവ, നിങ്ങൾ കഴിക്കാൻ വരുന്നില്ലേ? ദേ വരുന്നമ്മേ, അമ്മ വയ്ക്കോ? സേതു സ്റ്റെപ്പിറങ്ങുന്ന ഒച്ച കേട്ടതും ശിവ പിന്നെയും വർണ്ണയെ വലിച്ച് നെഞ്ചിലേക്കിട്ടു. അവളുടെ പിൻകഴുത്തിലെ കുഞ്ഞു കാക്കപ്പുള്ളിയിൽ ചുണ്ട് ചേർത്തു. നാവ് കൊണ്ടൊഴിഞ്ഞു. ശിവ വർണ്ണയെ നോക്കുമ്പോൾ അവളുടെ മുഖം ചുവന്ന താമരപ്പൂ പോലെ തുടുത്തു. ഇനിയും കുറച്ച് നാൾ കൂടി കാത്തിരിക്കേണ്ടി വരും എൻ്റെ പെണ്ണിൻ്റെ കൈയൊന്ന് ശരിയാവാൻ. അതുകൂടി കഴിഞ്ഞാൽ. വീണ്ടും താഴെ നിന്നുള്ള വിളി വന്നതും ശിവ അവളെയും ചേർത്ത് പിടിച്ച് താഴേക്ക് ചെന്നു. എല്ലാവരും ചേർന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അച്ഛനമ്മമാരുടെ മുഖത്തെ നിറഞ്ഞ സന്തോഷം. ഭക്ഷണം കഴിക്കുമ്പോഴും കൈ കഴുകുമ്പോഴും ഒക്കെ ശിവ വർണ്ണയുടെ കൂടെ തന്നെ നിന്നു. അവളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും അവൻ്റെ ശ്രദ്ധ അവർ തമ്മിലുള്ള അകലം കുറയ്ക്കുന്നത് വീട്ടുകാർക്ക് മനസ്സിലായി. കഴിച്ചു കഴിഞ്ഞ് നേരെ സൂര്യയുടെ മുറിയിലേക്കാണ് ചെന്നത്. സൂര്യ നോക്കുമ്പോഴേക്കും വർണ്ണയുടെ കയ്യിലും പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നു. മുഖത്തും ചതഞ്ഞ പാടുകൾ. നീ ഇത് കണ്ട് പേടിക്കണ്ട. ഇവൾക്ക് നടക്കാനറിയില്ല. ബാത്റൂമിൽ തെന്നി വീണതാണ്. നിന്റെ ആ കൂട്ടുകാരന് കുഴപ്പമൊന്നുമില്ല. എന്താടി, ലൈനാണോ? ശിവ കളിയായിട്ടാണ് ചോദിച്ചതെങ്കിലും സൂര്യ അതിനൊരു ചിരിയാണ് മറുപടിയായി നൽകിയത്. കുറച്ച് സ്പീഡ് കുറയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് നീ അവനോട് പറഞ്ഞേക്ക്. ശിവ സൂര്യയുടെ അടുത്തിരുന്ന് അവളുടെ നെറ്റുകയിൽ പതിയെ തലോടി. വേദന ഒരുപാടുണ്ടോ മോളെ? വേറെ എവിടെയെങ്കിലും കാണിക്കണോ? വേണ്ട ഏട്ടാ, ഞാൻ കംഫർട്ടബിളാണ്. പിന്നെ കുറച്ച് പെയിനുണ്ട്, അത് പതിയെ മാറും. പക്ഷേ ഈ കിടപ്പ് അത് സങ്കടമാണ്. എനിക്ക് പറ്റുന്നില്ല. ഏട്ടത്തി എന്താ മിണ്ടാതെ നിൽക്കുന്നത്? എന്തെങ്കിലും പറയ്. വർണ്ണ അവളെ നോക്കി ചിരിച്ചു. അടുത്തേക്ക് വന്ന് നെറ്റിയിൽ പതിയെ ചുംബിച്ചു. സുഭദ്ര ഇതൊക്കെ കണ്ട് പുറത്തെ വാതിൽപ്പടി നിൽക്കുന്നുണ്ടായിരുന്നു. വർണ്ണ അമ്മായിയുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ കയ്യിൽ പിടിച്ച് മുറിയിലേക്ക് വന്നു. സൂര്യ ആ കാഴ്ച നോക്കി ചിരിച്ചു. ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു? ഞാൻ അറിഞ്ഞില്ലല്ലോ. സൂര്യയുടെ കണ്ണ് തള്ളി. ശിവയും ചിരിച്ചുകൊണ്ട് സുഭദ്രയുടെ അടുത്ത് തോളിൽ ചേർത്ത് പിടിച്ചു. സുഭദ്ര ശിവയെയും വർണ്ണയെയും ചേർത്ത് പിടിച്ച് കയ്യിൽ ചുണ്ട് ചേർത്തു. അപ്പോഴേക്കും അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പൊടിഞ്ഞു. അമ്മായി പറഞ്ഞതൊക്കെ പുറത്തു തരണേ മക്കളെ. ബാക്കി പറയും മുമ്പേ വർണ്ണയുടെ ചുണ്ടുകൾ സുഭദ്രയുടെ കവിളിൽ ചുംബിച്ചു. ഇനിയും അമ്മായി ഒന്നും പറയേണ്ട. അത് കണ്ടുകൊണ്ട് ബാലചന്ദ്രനും സേതുവിൻ്റെയും രാജൻ്റെയും പ്രതാപൻ്റെയും ഭാമയുടെയും മനസ്സ് നിറഞ്ഞു. ഈ സന്തോഷം നമുക്ക് എന്തായാലും ആഘോഷിക്കണം. പവിയും പ്രിയയും എല്ലാവരെയും തള്ളിമാറ്റി മുന്നിലേക്ക് വന്നു. ഇന്ന് നമുക്കൊരു സദ്യ തന്നെ ഉണ്ടാക്കിയേക്കാം. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എല്ലാവരും അടുക്കളയിലേക്ക് പോയപ്പോൾ സൂര്യയുടെ മുഖം മാത്രം സങ്കടം നിറഞ്ഞു. ഈ സന്തോഷത്തിൽ തനിക്ക് മാത്രം. ശിവ മുറിയിൽ നിന്നും ആർക്കോ ഫോൺ ചെയ്യുന്നത് കണ്ടാണ് വർണ്ണ അവിടേക്ക് വന്നത്. അവളുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. വന്ന പാടെ ശിവ വർണ്ണയുടെ പിന്നിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചു. ശിവ ഫോൺ കട്ട് ചെയ്ത് അവളെ മുന്നിൽ ചേർത്ത് പിടിച്ചു. എനിക്കിപ്പോൾ എന്ത് സന്തോഷമാണെന്നറിയാമോ ശിവേട്ടാ? ഈ വീട്ടിൽ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ള അമ്മായിക്കിപ്പോൾ എന്നോട് സ്നേഹമാണ്. ഞാൻ ഉള്ളിൽ സ്നേഹം വെച്ചിട്ടും അകറ്റി മാറ്റി നിർത്തിയ എൻ്റെ ശിവേട്ടനും ഇപ്പോൾ എന്നെ. ബാക്കി പറയാതെ വർണ്ണ തിരിഞ്ഞു നിന്നു. പറയൂ വർണ്ണ, കേൾക്കട്ടെ. ഇല്ല, ഒന്നുമില്ല. അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി. അത് പറ്റില്ല, ബാക്കി കൂടി പറഞ്ഞിട്ട് പോയാൽ മതി. വർണ്ണ ശിവയുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് അവൻ്റെ ചുണ്ടുകളിൽ ഒന്ന് ചുംബിച്ചു. അന്ന് ഞാൻ അകന്നു മാറിയതിൻ്റെ 100 ഇരട്ടി ഞാൻ ഇങ്ങനെ ചേർന്ന് നിന്ന് സ്നേഹിച്ചോളാം. അതുപോലെ ചേർത്ത് പിടിച്ചാലും മതി. എപ്പോഴും ഇതുപോലെ എന്നെ തുടരും.